ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗരുഡൻ അമൃതിനായി പോകുന്ന കഥയാണ് ഇനി പറയാനുള്ളത്. ഹരേ കൃഷ്ണ. സർപ്പങ്ങളുടെ വാക്ക് കേട്ട് ഗരുഡൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, ഞാൻ ബലമായി അമൃത് കൊണ്ടുവരാനായി പോകുകയാണ്. എനിക്ക് ഭക്ഷണം തരണം. വിനിത പറഞ്ഞു, സമുദ്രത്തിൻ്റെ നടുവിലായി നിഷാദാലയമുണ്ട്. അവിടെ നിന്നും അനേകായിരം നിഷാദന്മാരെ പിടിച്ചു തിന്ന് നീ വിശപ്പടക്കിയാലും പക്ഷേ ഒരു ബ്രാഹ്മണനെ പോലും നീ വധിക്കരുത്. ഗരുഡൻ പറഞ്ഞു, അമ്മേ, ബ്രാഹ്മണൻ്റെ രൂപം എന്താണ്? എങ്ങനെ ബ്രാഹ്മണനെ തിരിച്ചറിയാം? വിനിത പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ നിന്റെ തൊണ്ടയിൽ കുടുങ്ങിയാൽ ദഹിക്കാതെ അതവിടെ കിടന്ന് ചുട്ടുനീറും. അപ്പോൾ നീ അറിയുക അത് ബ്രാഹ്മണനാണെന്ന്. ഇങ്ങനെ പുത്രനെ ആശീർവാദങ്ങളോടെ പുത്രവാത്സല്യത്താൽ വിനിത അമൃത് കൊണ്ടുവരാനായി അനുഗ്രഹിച്ചയച്ചു. നിന്റെ പൃഷ്ഠഭാഗം സൂര്യചന്ദ്രന്മാർ കാക്കട്ടെ, നിന്റെ ശിരസ് അഗ്നി കാക്കട്ടെ, ഉടൽ വസുക്കൾ കാക്കട്ടെ. നിന്റെ എല്ലാ ശാന്തിക്കായും ഞാനിവിടെ തന്നെ വാഴാം. നിനക്ക് നന്മ വരും. പോയി കാര്യം സാധിച്ചു വരിക. അമ്മ പറഞ്ഞത് കേട്ട് ചിറകു വിരിച്ച് ഗരുഡൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു. എന്നാൽ വിശപ്പ് സഹിക്കാനാവാതെ നിഷാദന്മാർ വാഴുന്ന ദ്വീപിൽ പറന്നെത്തി. എല്ലാ നിഷാദന്മാരെയും ഒറ്റയടിക്ക് പിടിച്ചു തിന്നാനായി തൻ്റെ വലിയ വായ തുറന്നു. അതിലേക്ക് അനേകായിരം നിഷാദന്മാർ പേടിച്ച് ഭയപ്പെട്ട് ഓടിക്കയറി. ഗരുഡൻ വായടച്ചു. എന്നാൽ ഗരുഡൻ്റെ കണ്ഠം ചുട്ടു നീറാൻ തുടങ്ങി. ഗരുഡനു മനസ്സിലായി തൻ്റെ വായയിൽ ഒരു ബ്രാഹ്മണൻ കുടുങ്ങിയിട്ടുണ്ട്. ബ്രാഹ്മണനോടായി ഗരുഡൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ നിനക്കായി വായ തുറക്കുന്നു. എൻ്റെ വായയിൽ നിന്നും നീ പുറത്തിറങ്ങിയാലും. ഇത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു നിഷാദിയാണ്. എൻ്റെ ഭാര്യയെയും നീ രക്ഷിച്ചു കൊള്ളണം. ഗരുഡൻ പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയോടു കൂടെ എൻ്റെ വായയിൽ നിന്നും പുറത്തു പോവുക. അങ്ങനെ ഗരുഡൻ്റെ വായയിൽ നിന്നും പുറത്തുപോയ ബ്രാഹ്മണൻ ഗരുഡന് ആശിസ് നൽകി. വീണ്ടും ഗരുഡൻ അവിടെ നിന്നും പറന്നുയർന്ന് തൻ്റെ ചിറകുകൾ വിരിച്ച് മനോവേഗം പോലെ മേൽപോട്ടുയരുന്നതിനിടയിൽ തൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയെ കണ്ടു. കശ്യപ മഹർഷി തൻ്റെ മകനോട് കുശലാന്വേഷണങ്ങൾ ചോദിച്ചു. മനുഷ്യലോകത്തിൽ നിനക്ക് സുഖമല്ലേ? ഭക്ഷണം കിട്ടുന്നുണ്ടോ? അമ്മയ്ക്കും സഹോദരനും സുഖം തന്നെ അല്ലേ? ഗരുഡൻ പറഞ്ഞു, മാതാവിനെ ദാസ്യത്തിൽ നിന്നും വേർപെടുത്താനായി നാഗങ്ങൾക്കായി ഞാൻ അമൃത് ഹരിക്കുവാനായി ദേവലോകത്തിലേക്ക് പോവുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ട് പിതാവേ. എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല. അമൃത് ഹരിക്കുന്നതിനുള്ള ആ ബലം കിട്ടാനായി എനിക്ക് ഭക്ഷണം നൽകിയാലും. കശ്യപ മഹർഷി പറഞ്ഞു, ഇത് മഹാസരസ്സാണ്. മഹാപുണ്യമായതും സ്വർഗത്തിൽ പോലും പ്രസിദ്ധമായതുമാണ്. ഇവിടെ ഒരു ആനയും ആമയും ഉണ്ട്. അവർ മുജ്ജന്മത്തിലെ വൈര്യമുള്ളതാണ്. അതിൻ്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ ആമയും ആനയും മഹാശുണ്ഠിക്കാരും മഹാതപസ്വിമാരുമായിരുന്ന വിഭാവസു എന്ന ചേട്ടനും അവൻ്റെ അനുജനായിരുന്ന സുപ്രീതകൻ എന്നു പേരായ മഹാതപസ്വി തന്നെ ആയിരുന്നു രണ്ടുപേരും. അനുജൻ്റെയും ചേട്ടൻ്റെയും സ്വത്ത് ചേട്ടനായ വിഭാവസുവിൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ അനുജനായ സുപ്രീതകന് അതിനോട് ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല. തൻ്റെ സ്വത്ത് താൻ തന്നെ കയ്യിൽ വയ്ക്കാം എന്ന വാശിയായിരുന്നു സുപ്രീതകന്. എന്നാൽ വിട്ടുകൊടുക്കാൻ വിഭാവസു തയ്യാറായിരുന്നില്ല. അനുജൻ്റെയും ചേട്ടൻ്റെയും സ്വത്ത് വിഭാവസുവിന് തന്നെ കയ്യിൽ വെക്കണമായിരുന്നു. ഇങ്ങനെ അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ഗുരുമര്യാദ വിട്ട് അനുജൻ ചേട്ടനെ ശപിച്ചു, നീ ദുഷ്ടനായ ആനയായി തീരട്ടെ. ഇപ്രകാരം ശപിക്കപ്പെട്ട സുപ്രീതകൻ ജ്യേഷ്ഠനായ വിഭാവസുവിനെയും ശപിച്ചു, നീ വെള്ളത്തിനുള്ളിൽ ജീവിക്കുന്ന ആമയാകട്ടെ. ഇങ്ങനെ ആമയും ആനയുമായി കഴിയുന്ന അവർ ഇപ്പോഴും ആനയുടെ ശബ്ദം കേട്ടാൽ ആമയും ആമയുടെ ശബ്ദം കേട്ടാൽ ആനയും തമ്മിൽ പോരടിക്കാനായി ഒരുങ്ങി നിൽക്കുകയാണ്.
എന്തായാലും 6 യോജന പൊക്കം, 12 യോജന നീളം, ഇതാണ് ആനയുടെ വിസ്താരം. അത്രയും വലിയ ആനയും 10 യോജന ചുറ്റളവും 3 യോജന പൊക്കവും, ഇതാണ് ആമയുടെ വിസ്താരം. ഇത്രയും വലിയ ആമയും ആനയുമാണെങ്കിലും അവർ പരസ്പരം യുദ്ധം ചെയ്ത് ചാവാനൊരുങ്ങി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നീ അവരെ തിന്ന് വിശപ്പടക്കി അമൃതനായി സംതൃപ്തിയോടുകൂടെ പോയാലും. അങ്ങനെ ഗരുഡനോട് പറഞ്ഞ് മുനി മംഗളമാശംസിച്ചു ഗരുഡന്. ഇത് മനസ്സിലാക്കിയ ഗരുഡൻ ആ സമുദ്രത്തിലെത്തി ആമയെയും ആനയെയും തൻ്റെ നഖങ്ങൾ കൊണ്ട് പിടിച്ചെടുത്ത് പറന്നുയർന്നു. ഇനി ഇവരെ എവിടെ വെച്ച് ഭക്ഷിക്കണം? അങ്ങനെ ചുറ്റും നോക്കി ഒടുവിൽ പറന്നുയർന്ന് സ്വർഗത്തിലെത്തി ഗരുഡൻ. സ്വർഗത്തിലെ രത്നങ്ങൾ, വൈദൂര്യങ്ങൾ കായ്ക്കുന്ന മരത്തിൽ ചെന്നിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ വൃക്ഷങ്ങൾ പറഞ്ഞു, ഞങ്ങളെ തകർക്കല്ലേ. ഇത് കേട്ട് ഗരുഡൻ വീണ്ടും പറന്നുയർന്ന് ഒടുവിൽ വടവൃക്ഷത്തിൽ ചെന്നിരുന്നു. ഒടുവിൽ വടവൃക്ഷത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ വടവൃക്ഷം പറഞ്ഞു, എൻ്റെ കൊമ്പിൽ നീ വന്നിരുന്ന് ഇവയെ, ഈ ആനയെയും ആമയെയും ഭക്ഷിച്ചാലും. ഇത് കേട്ട് ഗരുഡൻ പറന്നുയർന്ന് ആ വടവൃക്ഷത്തിന്മേൽ ചെന്നിരുന്നതും ആ വടവൃക്ഷത്തിൻ്റെ കൊമ്പൊടിഞ്ഞ ആ വടവൃക്ഷം ഗരുഡൻ നോക്കുമ്പോൾ അതിൽ ബാലകല്യ മഹർഷിമാർ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ ബാലകല്യ മഹർഷിമാർ താഴെ വീഴാതിരിക്കാനായി ഗരുഡൻ ആമയെയും ആനയെയും തൻ്റെ കൊക്കിലൊതുക്കി. വടവൃക്ഷത്തിൻ്റെ ശാഖ മുറുകെ തൻ്റെ നഖങ്ങളാൽ മുറുകെ പിടിച്ചു. ഇത് കണ്ടു നിന്ന ബാലകല്യ മഹർഷിമാർ പറഞ്ഞു, ഇവൻ മറ്റാരുമല്ല, ഗരുഡൻ തന്നെ. അങ്ങനെയാണ് ഗരുഡന് ഗരുഡൻ എന്ന പേര് കിട്ടുന്നത്. ബാലകല്യ മഹർഷിമാർക്ക് രക്ഷ നൽകുവാൻ പറ്റിയ സ്ഥലം കാണാതെ എല്ലാവരെയും കൊണ്ട് ആകാശത്തിൽ അങ്ങനെ ചുറ്റിപ്പറന്നു നടന്നു. അങ്ങനെ ചുറ്റിപ്പറന്ന് നടക്കുമ്പോഴാണ് ഗരുഡൻ ഗന്ധമാദന പർവ്വതത്തിൽ ചെന്നിരിക്കുന്നതും അവിടെ തൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയെ കാണുന്നതും. തൻ്റെ മകൻ്റെ വീര്യം കണ്ട കശ്യപ മഹർഷി പറഞ്ഞു, ഹേ പുത്ര, നിന്റെ സാഹസം മതിയാക്കൂ. ഇത് ബാലകല്യ മഹർഷിമാരാണ്. തപോബലരായ ബാലകല്യ മഹർഷിമാർ നിന്നെ ദഹിപ്പിക്കാതിരിക്കട്ടെ. തൻ്റെ മകനെ ബാലകല്യമാർ ശപിക്കാതിരിക്കാനായി കത്തിക്കാളുന്ന തപശക്തിയുള്ള ബാലകല്യ മുനിമാരെ പ്രസാദിപ്പിക്കാനായി കശ്യപ മഹർഷി പറഞ്ഞു, ഹേ മുനീന്ദ്രന്മാരെ, എൻ്റെ പുത്രൻ്റെ സാഹസം പൊറുത്താലും അവൻ്റെ അമ്മയെ രക്ഷിക്കാനായി അമൃതിനിറങ്ങി പുറപ്പെട്ടതാണ് അവനെ നിങ്ങൾ അനുഗ്രഹിച്ചാലും. കശ്യപ പ്രജാപതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാലകല്യ മഹർഷിമാർ ആ കൊമ്പുവിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പോയി. ഗരുഡൻ തൻ്റെ പിതാവായ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാമരക്കൊമ്പ് എവിടെ കൊണ്ടുപോയി ഇടേണ്ടു? അതിനായി മനുഷ്യരില്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു തന്നാലും. അങ്ങനെ അച്ഛൻ കാണിച്ചു കൊടുത്തതും മനസ്സുകൊണ്ടുപോലും എത്താത്തതും മഞ്ഞു മൂടിക്കിടക്കുന്നതും മനുഷ്യവാസമില്ലാത്തതുമായ മഹാഗിരിശൃംഗത്തിലേക്ക് ആനയെയും ആമയെയും ആലിൻ കൊമ്പുമായി പറന്നു രാജാവ്. ഒടുവിലത് മഹാഗിരിശൃംഗത്തിലിട്ടു. മഹാഗിരിശൃംഗത്തിലിടുന്ന സമയത്ത് പർവ്വതങ്ങൾ പോലും ഉലഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ആ മഹാഗിരിശൃംഗത്തിലിരുന്ന് ഗരുഡൻ ആമയെയും ആനയെയും കൊത്തിത്തിന്ന് വിശപ്പടക്കി സ്വർഗലോകത്തിലേക്ക് പറന്നുയർന്നു. ഇന്ദ്രവാസത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, എന്താണിവിടെ നടക്കുന്നത്? ആകാശത്താകെ ഇടിമുഴങ്ങുന്നു, കൊടുങ്കാറ്റും ഉൽക്കാപാതങ്ങളും ഉണ്ടാകുന്നു. ദേവകളുടെ ദേവൻ രക്തവർഷങ്ങൾ പൊഴിക്കുന്നു. എന്താണിവിടെ സംഭവിക്കുന്നത്? ഇത് കേട്ട ബൃഹസ്പതി പറഞ്ഞു, ഹേ ദേവേന്ദ്ര, കശ്യപ മഹർഷിക്ക് വിനീതയിൽ പക്ഷിരാജാവ് ജനിച്ചു. ആ പക്ഷിരാജാവ് അമൃതം ഹരിക്കുവാനായി വന്നിരിക്കുകയാണ്. അവൻ സമർത്ഥനാണ് ഏത് കാര്യത്തിനും. അവന് അസാധ്യ കർമ്മമായി ഇവിടെ ഒന്നുമില്ല. ഗഗോത്തമനാണ്, ശക്തനാണ് അവൻ, എന്തിനും പോന്നവനുമാണ്. ബൃഹസ്പതി പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ കാവൽക്കാരോട് പറഞ്ഞു, ബലവാനായ പക്ഷിരാജാവ് അമൃത് ഹരിക്കുവാൻ വരുന്നുണ്ട്. നിങ്ങൾ കരുതിയിരിക്കുക, അവൻ അമൃത് കൊണ്ടുപോകരുത്.
ഇങ്ങനെ ദേവന്മാരെല്ലാവരും തങ്ങളുടെ ചക്രം, പരികം, ശൂലം, വെൺമഴു, ഉഗ്രമായ വേൽ, മൂർച്ചയുള്ളതും മിന്നൽ പോലെ പാളുന്നതുമായ വാൾ, ഗദ തുടങ്ങി സൂര്യരശ്മി സമൂഹങ്ങൾ എന്ന പോലെ അവർ ധരിച്ച് എല്ലാവരും കൂടെ ആ അമൃതിന് ചുറ്റും അങ്ങനെ കാവലിരിക്കുകയാണ്. ഇങ്ങനെ കരുതിയിരിക്കുന്ന ദേവന്മാർക്കിടയിലേക്ക് അവിടേക്കാണ് പക്ഷിരാജാവായ ഗരുഡൻ അമൃത് ഹരിക്കാനായി വരുന്നത്. അമൃതിനായി ഗരുഡൻ എത്തുന്ന ഭാഗം നാളെ പറയാം. ഹരേ കൃഷ്ണ.